Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ളൊരു ചോദ്യമാണ്, എന്നു മുതലാണ് നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആരംഭിക്കുന്നത്? സോ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ വീഡിയോ, പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, പിന്നെ നിങ്ങളുടെ ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പാർട്ടാണ്. സോ 4 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ സീരീസ്, പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ട്സും ചില പേപ്പേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഒക്കെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കാനും സാധിക്കും. കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റിസൾട്ട് 100% ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള 4 പേപ്പേഴ്സ് ഇതൊക്കെയാണ്. നമ്പർ 1 ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്പർ 2 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ നമ്പർ 3 ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് വരുന്നത്. ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നുണ്ട് ഒരെണ്ണം, പിന്നെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി, ദെൻ ലീഗൽ ലിറ്ററസി. ഇതാണ് 3 എണ്ണം. ഞാനിത് ആദ്യത്തെ വീഡിയോസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറിയിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. നമ്മൾ കൊടുക്കുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. അപ്പോൾ 4 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ആണ് അവൈലബിൾ ആവുക നമ്മുടെ കയ്യിൽ. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ 45 ഡേയ്സിൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ 4 പേപ്പർ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം നിർബന്ധമായും മാറ്റി വയ്ക്കേണ്ടത്, നിസ്സംശയം പറയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ 15 ഡേയ്സ് ടോട്ടൽ 45 ദിവസത്തിൽ 15 ദിവസം നിങ്ങൾ നിർബന്ധമായും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ പഠിക്കാൻ പറയുമ്പോൾ ഒരു കാരണവശാലും കണ്ടിന്യൂസ് ആയിട്ടൊരു സബ്ജക്റ്റ് പഠിക്കാനല്ല പറയുന്നത്. ഒരു സബ്ജക്റ്റ് മാക്സിമം 2 ദിവസം മാത്രമേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പാടുള്ളൂ. മാറി മാറി പഠിക്കണം. ഇപ്പോൾ ഒരു ദിവസം കുറച്ച് സമയം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റോ ഇംഗ്ലീഷോ പഠിച്ചു. ദെൻ പിറ്റേ ദിവസം മറ്റൊരു പേപ്പറിലോട്ട് കിടക്കുക. അങ്ങനെ മാറി മാറി പഠിച്ചാൽ മാത്രമേ നമുക്ക് വല്ലാണ്ട് മടുപ്പ് വരാണ്ട് പ്രോപ്പറായിട്ട് നമ്മുടെ സിലബസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും കുട്ടികൾക്ക് മടുപ്പ് വരും. ഞാൻ നേരത്തെ അതാണ് ആ വേർഡ് യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കണ്ടിന്യൂസ് 15 ഡേയ്സ് അല്ല പറയുന്നത്, എപ്പോഴും 2 പേപ്പേഴ്സ് വെച്ചിട്ട് വേണം നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ. അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പനിക്ക് വയ്ക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും വെച്ചിട്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ദെൻ 2 ദിവസം ഈ 2 പേപ്പർ പഠിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം അത് പോവുക. അങ്ങനെ 2 ഡേയ്സ് ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ 15 ഡേയ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനാണെങ്കിൽ പിന്നെ ബാക്കി 3 തിയറി പേപ്പേഴ്സ് ഉണ്ട്. ഞാൻ 10 ഡേയ്സ് ആണ് ഓരോ തിയറി പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 10 ഡേയ്സ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 10 ഡേയ്സ്, ദെൻ ഹിസ്റ്റോറിക്കൽ ടൂറിസം 10 ഡേയ്സ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നിങ്ങൾ 45 ഡേയ്സ്, ഇനി വരുന്ന 45 ഡേയ്സ് പഠനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മാറ്റിവെക്കുക. എന്നാൽ നിങ്ങൾക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഡീഷണൽ ടിപ്സിലോട്ട് ആദ്യം തന്നെ കിടക്കുകയാണ്. ഇതിൽ മെജോറിറ്റി കുട്ടികൾ എനിക്കറിയാം ജോലി ചെയ്ത് പഠിക്കുന്നവരാണ്. വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്ത് പഠിക്കുന്നവർ
ഒരുപാട് മറ്റ് കോഴ്സസിൻ്റെ കൂടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നവർ, അവർക്കൊക്കെ സമയം കുറവായതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടിക്കും എക്സാമിൽ ഹൈ മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ റിവിഷനാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ റിവിഷനും കൂടി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. സോ ഡിഫിക്കൽട്ട് പേപ്പേഴ്സ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറൊക്കെ പഠിക്കുന്നത് നിങ്ങൾ രാത്രിയിൽ പഠനം ആരംഭിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ്ങിലായിരിക്കണം നിങ്ങൾ പഠനം ആരംഭിക്കേണ്ടത്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ രാത്രി ഒരു 7 മണിയോ 7:30ക്കോ നിങ്ങളുടെ ഈവനിങ് ഒരു 7 PM നിങ്ങൾ പഠനം ആരംഭിക്കുക. ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്ത് ചെയ്യുക, ഇതിലൂടെ പ്രോപ്പറായിട്ട് കടന്നു പോവുക. പ്രോബ്ലംസ് ആണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കാലത്ത് എണീറ്റ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് തലേ ദിവസം പഠിച്ച ആ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. പഠിക്കാനല്ല വീണ്ടും പറയുന്നത്, ജസ്റ്റ് ഒന്ന് നോക്കാം, ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ എടുത്തിട്ട്. അതിനുശേഷം നിങ്ങളുടെ ഡെയിലി റൂട്ടീനിലോട്ട് നിങ്ങൾ കിടക്കുക, പല്ലേക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം ആയതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളറിയാതെ കണ്ട് തന്നെ നിങ്ങൾ ചെയ്ത പ്രോബ്ലംസിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർ, ഇതൊക്കെ ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ നിങ്ങളുടെ തലയിലൂടെ കടന്നു പോകും. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ മോസ്റ്റ്ലി കടന്നു പോകും. കാരണം കാലത്ത് എണീറ്റ് എന്താണോ നമ്മൾ നോക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പിന്നെ നമ്മുടെ തലയിലൂടെ കടന്നു പോവുക. അപ്പോൾ ഒരു റിവിഷൻ നമുക്ക് വേണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രാവശ്യം പഠിച്ചത് കുറച്ച് ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞ് വീണ്ടും പഠിക്കുമ്പോഴാണ് അതിന് റിവിഷൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഞാൻ രാത്രി നോക്കാൻ പറയുന്നത്, രാത്രിയാകുമ്പോൾ അധികം ഡിസ്റ്റർബൻസസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് പകൽ പഠിക്കുമ്പോൾ 3 മണിക്കൂർ ഇരുന്ന് ചിലപ്പോൾ 1 മണിക്കൂർ ശരിക്കും ഇഫക്റ്റീവായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ രാത്രി 2 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി നമുക്ക് പ്രൊഡക്റ്റീവ് ടൈം കിട്ടും. ദെൻ അത് സൂപ്പറായിട്ട് നമ്മുടെ തലയിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും കാലത്തുള്ള ഈ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു നോക്കിപ്പോകൽ കൊണ്ട്. പിന്നെ അന്ന് നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ടോപ്പിക്സ് എന്തായാലും കടന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ചെയ്യാറുള്ളതാണ്. ഇനി തീരെ സമയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പം പഠിക്കുക. അവിടെ ഉച്ചന്നോ കാലത്തെന്നോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നത് അപ്പം നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത്. ഇനി എക്സാം ടൈമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ടൈം ഉണ്ട്, ഉച്ചയ്ക്ക് 1 മണിക്കൂർ പഠിച്ച് ഫുഡ് കഴിച്ചൊരു 10-20 മിനിറ്റ് നോക്കിയാൽ അത്രത്തോളം നമുക്ക് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ അവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആപ്പിലൂടെ ഈ ക്ലാസ്സസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അത് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും അത് പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സമയത്തെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി പകൽ സമയം നമുക്ക് ലഭിക്കുമ്പോൾ തിയറി പേപ്പേഴ്സിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. തിയറി പേപ്പേഴ്സിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ പോയാലും ചിലപ്പോൾ 2 മണിക്കൂർ ഇരുന്നാൽ ഇപ്പോൾ ഇഫക്റ്റീവ് ടൈം എന്ന് പറയുന്നത് 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. പിന്നെ തിയറി പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാണ്ടിരിക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുക. ദെൻ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ള താല്പര്യം കുറയും. ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്ന് വെച്ചിട്ട് വല്ലാണ്ട് ബ്രേക്കല്ല പറയുന്നത്. 20 മിനിറ്റ്സ് പഠിക്കുക, ഒരു 5 മിനിറ്റ് ബ്രേക്ക്. കാരണം അപ്പോഴേക്കും നമ്മുടെ ശ്രദ്ധ വല്ലയിടത്തേക്കും പോയിണ്ടാവും. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂസേജ് കുറയ്ക്കുക. നമുക്ക് മൊബൈലില്ലാണ്ട് പഠിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ, കാര്യങ്ങളൊക്കെ അറിയണം. ബട്ട് സോഷ്യൽ മീഡിയയിലോട്ട് പോകാണ്ട് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മൊബൈൽ യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ആപ്പൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് അതിലൂടെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കേട്ട് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഈ നെക്സ്റ്റ് പറയാനുള്ളത്, ഒരുപാട് ഗ്യാപ്പ് വന്നിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾ, അവർക്കൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബുദ്ധിമുട്ടാവോ, തോറ്റു പോകാനുള്ള വല്ല സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ സിലബസ് എന്ന് പറയണത് ഇതാണ് അല്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ. നമുക്ക് 4 പേപ്പറിലൂടെ നെക്സ്റ്റ് ഒന്ന് കടന്നു പോവാം. അപ്പോൾ നിങ്ങൾക്ക്
4 പാർട്ടായിട്ടാണ് എക്സാം വരുന്നത്. ടോട്ടല് 70 മാർക്കിൻ്റെ എക്സാമാണ്. 30 മാർക്ക് നിങ്ങൾക്ക് ഇൻറ്റേർണലാണ് വരുന്നത്. അപ്പോൾ ഈ 4 പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിലൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ 2 മാർക്സ് ചോദ്യങ്ങളുണ്ട് പാർട്ട് ബി, പിന്നെ സി പാർട്ട് ആകുമ്പോൾ 5 മാർക്ക്, പിന്നെ എസ് എ 10 മാർക്കിൻ്റെ, ഇങ്ങനെ 4 പാർട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ചോദ്യങ്ങളും അവിടെ ഉണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏത് ഏരിയയിലോട്ട് ഇനി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യും. ഇപ്പോൾ 6 ബ്ലോക്കുകളായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ള. ബേസിക്സ് വരുന്നു അല്ലേ, ഡിപ്രീസിയേഷൻ ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, അപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ട്, അതിൽ പാർട്ണർഷിപ്പ്, സാധാരണ ഫൈനൽ അക്കൗണ്ട്സ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യുന്നു. അത് കേട്ട് കഴിഞ്ഞാലുള്ള ഗുണം, മിക്ക എക്സാമിനും അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% അല്ലെങ്കിൽ 75 മുതൽ 80% ചോദ്യങ്ങളും വരുന്നത് ടോട്ടൽ സിലബസിൽ ഒരു 20-25% ഏരിയയിൽ നിന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സിലബസിൽ 6 ബ്ലോക്കുകൾ ഉണ്ടെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട, ഫോക്കസ് കൊടുക്കേണ്ടത് ഞാൻ എടുത്ത് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 days ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും മാറ്റി വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ +1 കോമേഴ്സ് സ്റ്റുഡൻസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ വരുന്നത്. ഇതിലും കുറേ വായിക്കാനുണ്ട്. ബട്ട് എസ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, 2 മാർക്സ്, 1 മാർക്സ്, 5 മാർക്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിനും വറി ആവണ്ട. പിന്നെ ഇംഗ്ലീഷിന് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം വേറെ ടീച്ചേഴ്സാണ്. അവരുടെ 2 പേരുടെയും സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മാത്രം വീഡിയോസ് നൽകുന്ന KCS ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പഠിക്കണം, ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ദിവസം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം വളരെ കംഫർട്ടബിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അറ്റ് പ്രസൻറ്റ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്. നോട്ട്സ് മാത്രമായിട്ട് കിട്ടും, അതുപോലെ തന്നെ ക്ലാസ്സസിൻ്റെ കൂടിയും അത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 സബ്ജക്ട്സിന് വേണ്ടിയിട്ട് ഇനി വരും ദിവസങ്ങൾ നിങ്ങൾ മാറ്റി വയ്ക്കുക. സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് എഴുതി വയ്ക്കണം. ബട്ട് പഠനം ഇപ്പോൾ ആരംഭിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 20 ദിവസത്തിൻ്റെ ഷോർട്ട് നോട്ടീസൊക്കെ തന്നിട്ടൊക്കെ ആയിരിക്കും സാധാരണ എക്സാം ടൈം ടേബിൾ അവർ അനൗൺസ് ചെയ്യുക. പെട്ടെന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല ഒന്ന് നോക്കി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിപ്പോൾ തന്നെ പഠനം ആരംഭിക്കണം, അതിനുവേണ്ടിയുള്ള സപ്പോർട്ടിങ് വീഡിയോസ്, സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്ട്സിൻ്റെയും സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളാണുള്ളതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഇപ്പോൾ 4 സബ്ജക്ട്സിനും ഒരേ മാർക്കല്ല, ഡിഫറെൻറ്റ് മാർക്സാണ്. കോമൺ ആയിട്ട് 70 മാർക്കാണ് മെയിൻ പേപ്പേഴ്സിന് വരുന്നതെങ്കിലും അതല്ലാണ്ട് 45 മാർക്കിൻ്റെ പേപ്പറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പാറ്റേണും കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിലെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.